വെച്ചിട്ടാണ് തോന്നുന്നു നിൽക്കുന്നത്. പല ആൾക്കാർക്കും മെഡിറ്റേഷൻ ചിലപ്പോൾ താല്പര്യക്കുറവുണ്ട്, അല്ലെങ്കിൽ 20 മിനിറ്റ് ഉറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും ലാസ്റ്റ് വരുന്നുണ്ടാവുക. ഇപ്പം 45 പേരുണ്ട്. സെഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ഏകദേശം ഒരു 60, 70, 80 പേരുണ്ടാവും. അങ്ങനെയാണ് ലാസ്റ്റ് ചാൻസ് ആൾക്കാർ വരുന്നുണ്ട്. നമ്മളെല്ലാവരും ഈ ഒരു മെഡിറ്റേഷൻ കൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. രാവിലെ ഒരു 20 മിനിറ്റ് നമ്മുടെ മനസ്സൊന്ന് ശാന്തമാക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ചെയ്ത് നോക്കിയവർ ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ട്. അത് കിട്ടാത്തത് കൊണ്ട് പറയുന്ന ആൾക്കാരുണ്ട്. കാരണം അത് വലിയൊരു മാറ്റം, നമ്മൾക്ക് പോസിറ്റീവ് എനർജി ആയിരിക്കും ഒരു ദിവസം ഉണ്ടാവുന്നത്. നിങ്ങളത് സംസാരിച്ച് നോക്കുക, അത് ചെയ്ത് നോക്കുക. എനിവേ നമുക്ക് എല്ലാ ദിവസവും മോർണിംഗ് CPയിൽ നല്ല ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കാറുണ്ട്. ഞങ്ങളുടെ ടീമിലെ തന്നെ ലീഡർമാരുടെ അവർ സെഷനായിരിക്കും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നത് എങ്ങനെ ബിസിനസ് വിജയിക്കാം, എന്ത് ചെയ്താലാണ് നമ്മൾ ബിസിനസ് വിജയിക്കുന്നത്, നമ്മൾ ഓരോ ക്ലാസ്സുകളും കേൾക്കാറുണ്ടല്ലേ. ഇടയ്ക്ക് നമുക്കൊരു ക്ലാസ് കിട്ടാറുണ്ട്. ഇത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന കാരണങ്ങൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ബിസിനസ് ഡാമേജ് ആവാറുണ്ട്. അല്ല, അതും കൂടെ പഠിച്ചാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഭാഗം. മറ്റേത് നമ്മൾ ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് വരുമാനം ഉണ്ടാക്കാം, അത് ഉറപ്പാണ്. അതിനേക്കാളും ഇമ്പോർട്ടൻസ് ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യരുത് എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. അത് ചെയ്യാതിരുന്നാൽ നമുക്ക് ബിസിനസ് ഡാമേജ് ആവാതെ കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് നമ്മുടെ വിന്നിംഗ് ടീമിന്റെ ക്യാപ്റ്റൻ മിസ്റ്റർ SP ബർഗൽ സാറിന്റെ കാർഡിനൽ റൂൾസ്, 9 കാർഡിനൽ റൂൾസ്. അത് ശരിക്കും നോക്കുവാണെങ്കിൽ നമുക്ക് ബിസിനസ് ഒരു ഡാമേജസും വരുന്നില്ല. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മളെ ശ്രീജ മാഡം ദുബായ് റാസൽ ഖൈമയിൽ നിന്നും ഈ രാവിലെ 4:30 എഴുന്നേറ്റിട്ട് നമുക്ക് ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഞാനത് ഈ സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രീജ മാഡത്തെ വെൽക്കം ചെയ്യാണ്. വെൽക്കം ശ്രീജ മാഡം. താങ്ക് യു ഷാജി സാർ, നല്ല രീതിയിൽ തന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് ശ്രീജ. ഞാനിപ്പം ദുബൈയിലാണ് സംസാരിക്കുന്നത്. അപ്പം പഴയ ആൾക്കാർക്കൊക്കെ എന്നെ അറിയായിരിക്കും, എന്നാലും ഞാൻ എന്നെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാ പുതിയ ആൾക്കാർക്ക് അറിയാൻ വേണ്ടി. ഇവിടെ ഇപ്പം 4:30 ആയത്, 4:05 പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതെന്റെ ഫസ്റ്റ് CP ആ. അപ്പൊ എല്ലാരും ക്ഷമിക്കുക, കാരണം എനിക്ക് കുറച്ച് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്. കാരണം ഞാൻ പഠിച്ചു വളർന്ന് നോർത്ത് ഇന്ത്യ ആയ കാരണം അത്രയും എനിക്ക് ക്ലാരിറ്റി മലയാളം എക്സ്പ്ലനേഷൻ കിട്ടത്തില്ല. എന്നാലും ഞാൻ എൻ്റെ സൈഡിന് ശ്രമിച്ച് ഞാൻ എല്ലാവരും മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ എല്ലാവരും ക്ഷമയോടെ ഇരുന്ന് കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, മനസ്സിലാകാത്തയാണെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ അപ്ലൈനായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, സോ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന സെഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിനൽ റൂളാണ്. 9 കാർഡിനൽ റൂള്. അപ്പം നമ്മൾ എന്നും ഡെയിലി ഓരോ കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുക, എന്തൊക്കെ ചെയ്യണമെന്ന്, അല്ലേ? പക്ഷെ നമ്മുടെ വിന്നിങ് ടീമിലെ കുറച്ച് ഈ ബിസിനസ് ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് വിന്നിങ് ടീമിൻ്റെ. നമ്മൾ ഇപ്പം അത് ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഡാമേജ് സംഭവിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ 9 റൂൾസ് ഉണ്ട് നമുക്ക്, കാർഡിനൽ റൂൾസ്. ഞാനൊരു സ്ലൈഡ് സഹായത്തോടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഓക്കെ. ഓക്കെ, അപ്പൊ കാർഡിനൽ റൂൾസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് റൂള്, ഡു നോട്ട് ഹേർട്ട് എനിബഡീസ് ഈഗോ. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഫാമിലി പറഞ്ഞ് ഈ ഒരു ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ഓറിയന്റഡ് ബിസിനസ്സാണ്, അല്ലേ? അപ്പൊ പല പല കുടുംബത്തെ ആൾക്കാർ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്യാറുണ്ട്. എല്ലാവരുടെയും ക്യാരക്ടർ ഡിഫറെൻറ്റ് ക്യാരക്ടർ, വേറെ വേറെ ക്യാരക്ടേഴ്സാണ്. ഇപ്പം എൻ്റെ സ്വഭാവം അല്ലായിരിക്കും വേറെ ആൾക്കാരുടെ സ്വഭാവം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഒരാളെ പോലും വിഷമിപ്പിക്കാൻ പാടില്ല. ഏതൊരു കാര്യത്തിനായാലും വിഷമിപ്പിക്കാൻ പാടില്ല. അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പല പല കുടുംബത്തിന് വന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ബിസിനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിജയിക്കാനാണ് വന്നേക്കുന്നത്. എല്ലാവരും ഒരു നല്ല ലൈഫ് ലോങ് ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനാണ് വന്നേക്കുന്നത്. അവരുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാനാണ് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ബിസിനസ്സിൽ വരുന്ന എല്ലാവർക്കും അവരുടെ ഇഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ കാണും. അപ്പം നമ്മൾ എപ്പോഴും ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടം നമ്മൾ ഒരിക്കലും അവരെ ഹേർട്ട് ചെയ്യാൻ പാടില്ല.
എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 2-3 എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മുടെ ബിസിനസ്സിൽ തന്നെ നമ്മുടെ നടക്കുന്നത് തന്നെ. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം 3-4 ആൾക്കാർ ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഒരാൾ വേറെ ആളിനെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്കി സംസാരിച്ചു, ഒരു കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോൾ നമ്മൾ പറയുന്നുണ്ടായിരിക്കും നമ്മൾ തമാശ രീതിയിലാണ് അവരെ നമ്മളൊന്നും പറഞ്ഞൊന്നുമില്ല, നമ്മൾ തമാശ രീതിയിലാണ് പറഞ്ഞെന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കും. പക്ഷെ അവരുടെ ഉള്ളിൽ ചെറുതായിട്ടെങ്കിലും ഒരു വിഷമം ഉണ്ടായി കാണും. അവർ ചിലപ്പം കാണിക്കത്തില്ല നമ്മുടെ മുമ്പിൽ. നമുക്ക് നമ്മൾ പറയും ഓ അത് നമ്മൾ തമാശ രീതിയിൽ അവരെ അത് കാര്യമാക്കണ്ട, പക്ഷെ അവർ ഉള്ളിൽ ചെറുതായിട്ടെങ്കിലും ഒരു ഹേർട്ട് ആയി കാണും. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ ഈ ഒരു ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർ ഈ ഒരു ബിസിനസ് കളഞ്ഞിട്ട് പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉള്ളി ഫീലിങ്സ് ഒരു വിഷമം ഉണ്ടായിട്ടായിരിക്കും. നമ്മൾ ഒരാളെ വിഷമിപ്പിച്ചിട്ട് ചിലപ്പോൾ അത് ഒരു മനസ്സിൽ ഭയങ്കരമായിട്ട് വേദന ആയിട്ടായിരിക്കും അവർ ഈ ബിസിനസ് കളഞ്ഞിട്ട് പോകുന്നത്. അല്ലാതെ നമ്മുടെ ഈ ഒരു കമ്പനി ഇഷ്ടപ്പെടാഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഒരിക്കലുമല്ല. അപ്പം നമ്മുടെ കൂട്ടത്തിൽ വന്നേക്കുന്ന എല്ലാ എല്ലാവരെയും നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർ ഒത്തിരി സംസാരിക്കുന്നതായിരിക്കും ഒക്കെ ആയിരിക്കും, ചില ആൾക്കാർ ഒത്തിരി സംസാരിക്കാത്തൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ ഒരിക്കലും അവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ ഒരിക്കലും കുറയ്ക്കാൻ പാടില്ല. അവരെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം അവരെ കൂടുതൽ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾ കുറയുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമ്മൾ അവരുടെ ഇമോഷണലിനെ വിഷമിപ്പിക്കാൻ പാടില്ല. അപ്പം അങ്ങനെ ഓരോ ആൾക്കാരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ അവരുടെ ഉള്ളിലത്തെ ആ ഒരു കഴിവ് മനസ്സിലാക്കി അവരെ മുമ്പോട്ട് ഉയർത്താൻ നോക്കണം. ഓക്കെ, മീൻസ് മുമ്പോട്ട് പൊക്കാൻ നോക്കണം. അപ്പോൾ നമ്മൾ ഇൻസ്പയറായി എപ്പോഴും മാറണം. നമ്മൾ ഒരിക്കലും അവർക്കൊരു വിഷമം കൊടുക്കാൻ പാടില്ല. അവരെന്തൊരു തെറ്റ് ചെയ്താലും നമ്മൾ അവരോട് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പം സപ്പോസ് എൻ്റെ ഒരു ടീം ലീഡർ ആരെങ്കിലും എൻ്റെ ഡൗൺ ലൈൻ ഒരു പ്ലാൻ എടുത്തു, അപ്പോൾ അതിനകത്ത് എന്ത് വലിയ ചെറിയ തെറ്റ് എന്തെങ്കിലും സംഭവിച്ചു പോയി. അപ്പോൾ നമ്മൾ ഒരിക്കലും അവരോട് പറയാം നിങ്ങളത് എടുത്ത് ഇത് പ്ലാനിനകത്ത് എടുത്ത് അങ്ങനെ പറയാൻ പാടില്ല, അത് തെറ്റാ, അത് ശരിയല്ല, അങ്ങനെ ഇനി ഒരിക്കലും ചെയ്യല്ല, അങ്ങനെയൊന്നും പറയാൻ ഒരിക്കലും പാടില്ല. അവരെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കണം. പറയണം ഇനി അടുത്ത പ്രാവശ്യം പ്ലാൻ എടുക്കുമ്പോഴത്തേന് ആ ഒരു ചെറിയ ഒരു മാറ്റം അത് വരുത്തണം, അത് നല്ലതായിരിക്കുമെന്ന്, അത് മാറ്റിക്കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കുമെന്ന്, പെർഫെക്റ്റ് ആകുമെന്ന് എപ്പോഴും നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഏതൊരു കാര്യത്തിന് തെറ്റുണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കണം. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ വന്ന് നമ്മുടെ എല്ലാ ലീഡേഴ്സുമാരും നമ്മുടെ ടീമിലുള്ള അവരെല്ലാവരും നമ്മളവരെ ഹാപ്പി ആയിരിക്കും. നമ്മുടെ കൂട്ടത്തിൽ എല്ലാ കാര്യത്തിന് നിൽക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇതാ ഫസ്റ്റ് കാർഡിനൽ റൂൾസ്, ഡു നോട്ട് ഹേർട്ട് എനിബഡീസ് ഈഗോ. ഓക്കെ, അപ്പം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം സെക്കൻഡ് പോയിന്റിലോട്ട് ഞാൻ പോവാ. സെക്കൻഡ് പോയിന്റ്, ഡു നോട്ട് കീപ് എനി റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് സ്പൗസ്. നമ്മളിവിടെ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2 ആൾക്കാരും ജോയിൻ ചെയ്യാറുണ്ട്, പുരുഷന്മാരും ഉണ്ട് സ്ത്രീകളും ഉണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന നമ്മുടെ വിന്നിങ് ടീമിൻ്റെ റൂള് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സ്ത്രീ ഒരു പുരുഷനായിട്ട് കൂടുതൽ അടുത്ത് ക്ലോസ് റിലേഷൻഷിപ്പ് വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു സ്ത്രീ ഒരു പുരുഷൻ ഒരു സ്ത്രീയോരെ, ഒരു സ്ത്രീ ഒരു പുരുഷനോരെ ഒരിക്കലും ഒരു ക്ലോസ് റിലേഷൻ തെറ്റായിട്ടുള്ള റിലേഷൻഷിപ്പ് വെക്കാൻ പാടില്ല. ഓക്കെ, ഒരു സ്ത്രീ ഒരു സ്ത്രീയോരെ വെക്കാം, ഒരു പുരുഷൻ ഒരു പുരുഷനോരെ വെക്കാം, പക്ഷെ ഒരിക്കലും നമ്മുടെ ഓപ്പോസിറ്റ് ജെൻഡർ ആയിട്ട് വെക്കാൻ പാടില്ല. തെറ്റായിട്ടുള്ള റിലേഷൻഷിപ്പ് കൂടുതൽ ക്ലോസ് ആകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ചെറുതായിട്ടായാലും ആ റിലേഷൻഷിപ്പിൽ ഒരു നെഗറ്റീവ് വരാറുണ്ട്. അപ്പോൾ അത് വേറെ കുടുംബത്തിലേക്ക് ബാധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം അത് കാരണം അങ്ങനെ ഒരിക്കലും ആ ഒരു റിലേഷൻഷിപ്പ് വെക്കാൻ പാടില്ല. ഇപ്പം ഞാനിപ്പം ഒരു ലേഡിയാ, അപ്പം എൻ്റെ ടീമിൽ തന്നെ ഒരു പുരുഷാണെങ്കിൽ അപ്പം ഇപ്പം എന്നെക്കാൾ
ഏജിൽ മൂത്തതാണെങ്കിൽ എനിക്ക് ഒരു ബ്രദർ, എൽഡർ ബ്രദർ മീൻസ് മൂത്ത ചേട്ടൻ്റെ ഒരു സ്ഥാനം നമ്മൾ കൊടുത്തായിരിക്കും നമ്മൾ അവരോട് പെരുമാറുന്നത്. നമ്മുടെ സെയിം ഏജ് ലെവൽ നമ്മൾ കാണുവാണെങ്കിൽ നമ്മൾ ചിലപ്പം ബ്രദറായിട്ട്, നമ്മുടെ സ്വന്തം ബ്രദറായിട്ട് ആ രീതിയിലായിരിക്കും നമ്മുടെ സെയിം ഒരു ഫ്രണ്ട് അല്ല, നമ്മുടെ ഫാമിലി മെമ്പർ രീതിയിൽ. അതുപോലെ തന്നെ നമ്മളെക്കാൾ ഇളയ ആളാണെങ്കിൽ നമ്മുടെ ഇളയ ബ്രദറെ രീതിയിലായിരിക്കും നമ്മൾ കാണാറുള്ളത്. നമ്മൾ ഒരിക്കലും അവരെ വേറെ തെറ്റ് രീതിയിൽ ഒരിക്കലും കാണില്ല. ഓക്കെ. അതുപോലെ ഒരു പുരുഷനാണെങ്കിലും അങ്ങനെ ഒരു പെങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒരു മൂത്ത പെങ്ങളായിട്ടോ അല്ലെങ്കിൽ ഇളയ പെങ്ങളായിട്ടോ ആ ഒരു റിലേഷൻഷിപ്പ് വെച്ച് വേണം അവരോട് പെരുമാറാൻ. കൂടുതൽ ഒത്തിരി ക്ലോസ് റിലേഷൻഷിപ്പ് ഒരിക്കലും ആകാൻ പാടില്ല. ഓക്കെ. അപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ഒരു വീട്ടിൽ പോവാം, ഫിസിക്കൽ മീറ്റിങ്ങിന് പോവാം. അപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ് അല്ലാത്ത എൻ്റെ ഒരു ടീമിൽ ചിലപ്പം ഒരു പുരുഷനാകാം, ഞാനാകാം. അപ്പം ഞാനും ആ എൻ്റെ ഒരു ടീം ലീഡർ, നമ്മൾ രണ്ട് ആളും എവിടെയെങ്കിലും ഫിസിക്കൽ പ്ലാൻ എടുക്കാൻ പോവുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞിരിക്കണം ഞാൻ എവിടെയാ പോകുന്നത്, ആരുടെ കൂടെയാണ് പോകുന്നത്. അതുപോലെ തന്നെ എൻ്റെ കൂടെ വന്നേക്കുന്ന ആള്, ഇപ്പം ഒരു ജെൻസ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈഫ് അറിഞ്ഞിരിക്കണം അദ്ദേഹം ആരുടെ കൂടെയാ പോകുന്നത്, എവിടെയാ പോകുന്നത്. ഓക്കെ. അപ്പോൾ അഥവാ നമ്മുടെ ഹസ്ബൻഡ് വൈഫ് നമ്മുടെ രണ്ടുപേരെ ഹസ്ബൻഡ് വൈഫ് നമ്മുടെ കൂടെ ഇല്ലെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പോവുകയാണെങ്കിൽ അങ്ങനെ അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ പോവുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ഹസ്ബൻഡ് വൈഫ് അല്ലാത്ത ആൾക്കാർ ഒരിക്കലും അങ്ങോട്ട് ഒരു വീട്ടിൽ പോകാൻ പാടില്ല. കാരണം നമ്മളിപ്പം പോവുകയാണെങ്കിൽ ആ വീട്ടിലെ ആള് എന്തായാലും ചിന്തിച്ചേക്കാം, നാളെ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നാളെ എൻ്റെ വൈഫ് ഈ ഒരു ബിസിനസ് ജോയിൻ ചെയ്യുവാണെങ്കിൽ ഇതുപോലായിരിക്കും വേറെ ആണുങ്ങളിൽ അല്ലെങ്കിൽ വേറെ പെണ്ണുങ്ങളുടെ കൂടെ പോകുന്ന ഓരോ വീടുകളിൽ പ്ലാൻ എടുക്കാൻ. ഓക്കെ. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു ഹസ്ബൻഡ് വൈഫ് അല്ലാത്ത ആൾ അങ്ങനെ പോകാൻ പാടില്ല. ഓക്കെ. അഥവാ പോവുകയാണെങ്കിലും വീട്ടുകാർ അവരുടെ ലൈഫ് പാർട്ട്ണർ അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഓപ്പോസിറ്റ് ജെൻഡർ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അത്രയും ക്ലോസ് റിലേഷൻഷിപ്പ് വെക്കാൻ പാടില്ല. സെയിം ജെൻഡർ ആണെങ്കിൽ ഇപ്പം പെണ്ണുങ്ങളായിട്ട് റിലേഷൻഷിപ്പ് വെക്കാം, ആണുങ്ങളായിട്ട് റിലേഷൻഷിപ്പ് വെക്കാം. അത് വേറെ തെറ്റായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു നോർമൽ നമ്മളെങ്ങനെ നമ്മുടെ പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു നമ്മുടെ ഫാമിലി മെമ്പറായിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. ഓക്കെ. പിന്നെ വേറെ ഇതിനകത്ത് പറയാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇപ്പം എൻ്റെ ഒരു ടീംമേറ്റ്, എനിക്കിപ്പം ഒരാളെ വിളിക്കണം, എന്തെങ്കിലും എമർജൻസി വന്ന് വിളിക്കണമെങ്കിലും നമ്മൾ ഒരു ലേറ്റ് നൈറ്റ് വിളിക്കാൻ പാടില്ല. നമ്മളൊരു എൻ്റെ ഒരു ഓപ്പോസിറ്റ് ജെൻഡർ മീൻസ് ഒരു പുരുഷൻ എൻ്റെ ടീമിലുള്ളതാണെങ്കിൽ അപ്പോൾ എന്തേലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാനുണ്ടെങ്കിലും നമ്മൾ ലേറ്റ് നൈറ്റ് മീൻസ് 8 മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരിക്കലും അവരെ ഫോൺ വിളിക്കാനോ അല്ലെങ്കിൽ അവർക്ക് മെസ്സേജ് വിടാനോ പാടില്ല. അഥവാ അത്ര എമർജൻസി വന്നാലും നമ്മൾ വിളിച്ചിട്ട് ആദ്യം പറയുക, എനിക്കറിയാം 8 മണി കഴിഞ്ഞു, കുറച്ച് ലേറ്റായി, എനിക്ക് ഇതുപോലെ ഒരു എമർജൻസി ഉണ്ടായിട്ടാണ് ഞാൻ വിളിക്കുന്നത്, ഒരു എക്സ്ക്യൂസ് ചോദിച്ചിട്ട് വേണം വിളിക്കാൻ. ചിലപ്പോൾ അവരുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടത്തില്ല നമ്മൾ ലേറ്റ് നൈറ്റൊക്കെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ വിളിച്ചാൽ. അപ്പം നമ്മളൊരു എക്സ്ക്യൂസസ് ചോദിച്ചിട്ട് വേണം അവരോട് സംസാരിക്കാൻ. ഓക്കെ. അപ്പോൾ സെക്കൻഡ് പോയിന്റ് ഇതാ, ഡു നോട്ട് കീപ്പ് എനി റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് സ്പൗസ്. ഓക്കെ. ഞാൻ തേർഡ് പോയിന്റിലോട്ട് പോവാ. മനസ്സിലാകുന്നുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ്, ഡു നോട്ട് ഡു എനി ഫിനാൻഷ്യൽ ഡീലിങ്സ് വിത്ത് എനിബഡി ഇൻ ദ നെറ്റ്വർക്ക്. അപ്പം നമ്മളെല്ലാവരും ഈ ഒരു ബിസിനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ പല ക്ലാസ്സിലെ ആൾക്കാർ ജോയിൻ ചെയ്യാറുണ്ട്. അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്,
ലോവർ ക്ലാസ്. അപ്പോൾ എല്ലാവരുടെയും ഫിനാൻഷ്യൽ ഒരുപോലെ കാണത്തില്ല. ഇപ്പോൾ ചിലർക്ക് ക്യാഷായിട്ട് നല്ല നല്ല ഒരു ക്യാഷ് ടീമായിരിക്കും, നല്ല കുടുംബം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫിനാൻഷ്യലി ഗുഡായിരിക്കും. ചിലർക്കാണെങ്കിൽ പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ കാറ്റഗറിയുള്ള ആൾക്കാർ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ആകാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിന്നിങ് ടീം പറയുന്നത് ഇവിടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള റോളിങ് ചെയ്യാൻ പാടില്ല. ആരോടെയും കടം വാങ്ങാനും ആർക്കും കടം കൊടുക്കാനും പാടില്ല. ഓക്കെ. അപ്പം നമ്മുടെ ഈ ഒരു ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ എപ്പം സാധനം ഓർഡർ ചെയ്താലും നമ്മൾ ഫസ്റ്റ് പൈസ കൊടുത്താലേ നമുക്ക് സാധനം കിട്ടാറുള്ളൂ. വേറെ ബിസിനസ്സിൻ്റെ കാര്യം അങ്ങനെ എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ബിസിനസ് എല്ലാം ഫസ്റ്റ് നമ്മൾ പൈസ കൊടുത്താലേ നമ്മുടെ ആ ഒരു കാര്യം നമ്മൾ ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും മീറ്റിങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വലിയ ഇപ്പം നമ്മുടെ FRU വരിക. അപ്പോൾ FRU നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് നമ്മൾ കൊടുത്താലേ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആ പൈസ കൊടുക്കാതെ നമുക്ക് ആ ഒരു ടിക്കറ്റ് കിട്ടത്തില്ല. അപ്പം നമ്മുടെ വിന്നിങ് ടീമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യലായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു റോളിങ് ചെയ്യാൻ പാടില്ല. നമ്മൾ ആരോടെയും കടം വാങ്ങാനും ആർക്കും കടം കൊടുക്കാനും പാടില്ല. കാരണം നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളൊരു സെലിബ്രിറ്റീസായി മാറാനാ, നമ്മൾ നല്ല ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷറി ലൈഫ് ജീവിക്കാനാണ് നമ്മൾ വരുന്നത്. അപ്പം നമ്മൾ ഫിനാൻഷ്യലായിട്ട് ഒരു റോളിങ്ങോ ഒന്നും പോലും ചെയ്യാൻ പാടില്ല. ഓക്കെ. അപ്പം ഇവിടെ എന്തോ ഫിനാൻഷ്യൽ റോളിംഗ് ആണ്, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കടം കൊടുക്കും വാങ്ങും ആണെങ്കിൽ അത് ഫ്യൂച്ചറിൽ നമ്മുടെ ബിസിനസ്സിൽ ഒരു ഡാമേജ് ആകുന്നുണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഒരു കടം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പൈസ ആൾ തരാൻ കുറച്ച് താമസിച്ചെങ്കിൽ അത് അവിടെ ഒരു സംസാരമായി അതൊരു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ ബാധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ. എക്സാമ്പിൾ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പം കുറച്ച് എക്സാമ്പിൾ ഞാൻ ഒന്ന് രണ്ടെണ്ണം പറയാം. നമ്മളിപ്പം നമ്മുടെ അപ്ലൈൻ്റെ കൂടെ പോവാം, നമ്മളൊരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കൽ മീറ്റിങ്ങിന് അല്ലെങ്കിൽ അല്ലാത്ത നമ്മുടെ DLCP നടക്കുന്ന മീറ്റിങ്ങിലൊക്കെ നമ്മൾ അപ്ലൈൻ്റെ വണ്ടിയിൽ പോവായിരിക്കും നമ്മൾ 3-4 പേര്. അപ്പം നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളിപ്പം എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ കയറി. അപ്പം നമ്മൾ ഡൗൺലൈൻമാർ ചിന്തിക്കുന്നുണ്ടായിരിക്കും അപ്ലൈൻ കൊടുത്തോളും പൈസ എന്ന്, കാരണം അപ്ലൈൻ്റെ ചെക്ക് വലുതാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ഒരിക്കലും അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് വേണം ഫുഡ് കഴിച്ചതിൻ്റെ പൈസ കൊടുക്കാൻ. ഓക്കെ. ഒരിക്കലും നമ്മൾ അപ്ലൈൻ കൊടുക്കും, അതറിയാം. പക്ഷെ നമ്മൾ അത് ഒരിക്കലും നമ്മുടെ മനസ്സിൽ അങ്ങനെ കാണിക്കല്ലോ. 1 പ്രാവശ്യം 2 പ്രാവശ്യം നമുക്ക് പറ്റുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ അപ്ലൈൻ വിചാരിക്കും നമ്മുടെ ഡൗൺ ലൈൻമാരല്ലേ, അത് അപ്ലൈൻ കൊടുക്കും. കാരണം അപ്ലൈൻ ഒരിക്കലും ഒരു ഡൗൺ ലൈനെ വിഷമിപ്പിക്കത്തില്ല. ഏതൊരു സപ്പോർട്ടായാലും ചെയ്യാറുണ്ട് എപ്പോഴും അപ്ലൈൻമാർ. അപ്പോൾ ഒരിക്കലും അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോയാലും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഫിസിക്കൽ മീറ്റിന് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവിടെ ചിലപ്പം ട്രാൻസ്പോർട്ടർ എക്സ്പെൻസസ് വരാം, അവരുടെ കാറിൻ്റെ പെട്രോളിൻ്റെ എക്സ്പെൻസസ് വരാം. ആ എക്സ്പെൻസസ് എല്ലാം നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് വേണം നമ്മൾ കൊടുക്കാൻ. ഒരിക്കലും നമ്മൾ അപ്ലൈൻ കൊടുത്തോട്ടെ എന്ന് അങ്ങനൊന്നും ആ ഒരു മനസ്സ് ഒരിക്കലും കാണിക്കാൻ പാടില്ല. ഓക്കെ. അങ്ങനെ പിന്നെ ഓക്കെ. പിന്നെ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യലി ആയിട്ട് നല്ല രീതിയിൽ നമ്മൾ മാറാൻ ഒരു നല്ലൊരു ലക്ഷറി ലൈഫൊക്കെ ജീവിക്കാനാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഫിനാൻഷ്യലായിട്ട് ഒരു റോളിങ് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പം എപ്പോഴും നമ്മൾ ഏത് കാര്യം ചെയ്താലും നമ്മുടെ ബിസിനസ്സിൽ ഫസ്റ്റ് പൈസ കൊടുത്തുള്ള കാര്യമാണ്. ഇവിടെ നമുക്ക് കടവും കാര്യങ്ങൾ ഒന്നും പോലും ഇല്ല. ഓക്കെ. അപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 3ാമത്തെ പോയിന്റ്, ഡു നോട്ട് ഡു എനി ഫിനാൻഷ്യൽ ഡീലിങ്സ് വിത്ത് എനിബഡി ഇൻ ദ നെറ്റ്വർക്ക്. ഓക്കെ. ഇനി ഞാൻ 4ാമത്തെ പോയിന്റിലേക്ക് പോവാം. ഡു നോട്ട് ഡിസ്കസ് യുവർ ബിസിനസ് ആൻഡ് പാസ് എനി നെഗറ്റീവ് ടു യുവർ ഡൗൺ ലൈൻ ആൻഡ് ക്രോസ് ലൈൻ. അപ്പം നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ അപ്ലൈൻ ഉണ്ട്, ഡൗൺ ലൈൻ ഉണ്ട്, ക്രോസ് ലൈൻ ഉണ്ട്. അപ്പോൾ പുതിയ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന എനിക്കറിയില്ല, എന്നാലും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആരാ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്?
അവരാ നമ്മുടെ അപ്ലൈൻ. ഓക്കെ, അപ്ലൈൻ. ഇപ്പം സപ്പോസ് എന്നെ ബിസിനസ്സിൽ കൊണ്ടുവന്ന ഷാജി സാറാ, അപ്പം ഷാജി സാറാ എൻ്റെ അപ്ലൈൻ. അപ്പം ഞാൻ ആരെയാ കൊണ്ടുവന്നത്? എൻ്റെ ടീമിലുള്ള ആൾക്കാർ, അവരാ എൻ്റെ ഡൗൺ ലൈൻ. ഓക്കെ, എൻ്റെ ടീമിലുള്ള എൻ്റെ കൂടെ ജോയിൻ ചെയ്ത ആൾക്കാരാ ഡൗൺ ലൈൻ. ക്രോസ് ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്ലൈനിൻ്റെ വേറെ ഒരു ടീം മെമ്പേഴ്സ് ആ ക്രോസ് ലൈൻ. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നമ്മുടെ ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് നമ്മൾ എവിടാ, ഏത് ലെവലിലാണ് നമ്മുടെ അപ്ലൈനാ കൂടുതൽ അറിയാവുന്നത്. ഇപ്പം എൻ്റെ ബിസിനസ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഷാജി സാറിനാ അറിയാവുന്നത്. അതുപോലെ തന്നെ എല്ലാവരെയും ഈ ഒരു ബിസിനസ് കൊണ്ടുവന്ന ആൾക്കാർക്കറിയാം അവരുടെ ഡൗൺലൈൻമാരുടെ ബിസിനസ്. അപ്പം ഏതൊരു കാര്യം, ഏതൊരു വിഷമോ എന്തേലും നെഗറ്റീവ് എന്തേലും ഉണ്ടെങ്കിലും ഒരിക്കലും നമുക്ക് നമ്മളുടെ ടീംമേറ്റ്, നമ്മുടെ ടീമിലുള്ള ഡൗൺ ലൈൻമാരോട് ഷെയർ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ക്രോസ് ലൈൻമാരോട് ഷെയർ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം ഇപ്പം സപ്പോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം ബ്രോൺസാ. അപ്പം എനിക്കിപ്പോൾ ഈ മാസം ബോണസ് ഇച്ചിരി കുറഞ്ഞു പോയെന്ന് വിചാരിക്കണം. അപ്പം ഞാൻ ഒരിക്കലും എൻ്റെ ഡൗൺ ലൈനോട് ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല. അതെ, എൻ്റെ ഈ മാസം ബോണസ് കുറഞ്ഞു പോയി, എന്താണെന്ന് അറിയില്ല, ഈ നമ്മുടെ ബിസിനസ്സിൽ പറയുന്ന പോലുള്ള നമുക്ക് ബോണസ് ഒന്നും കിട്ടാറില്ല, അങ്ങനെ പറച്ചിലേ ഉള്ളെന്നൊക്കെ പറഞ്ഞ് ആ രീതി നെഗറ്റീവ് ഒരിക്കലും നമ്മുടെ ഡൗൺ ലൈൻമാരോട് പറയാൻ പാടില്ല. അപ്പോൾ അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്താലേ അവരും ഗ്രോ ആയി വരത്തുള്ളൂ. അപ്പം നമ്മൾ ഒരു നെഗറ്റീവ് അവരോട് നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് അത് ഡൗൺ ആകുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അവർ നമ്മുടെ ബിസിനസ് കളഞ്ഞിട്ട് പോവായിരിക്കും, നമുക്ക് ഒരു നല്ല ഒരു പ്രോസ്പെക്റ്റ് നഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കലും നമുക്ക് എന്തോ നെഗറ്റീവ് ഉണ്ടെങ്കിലും നമ്മുടെ അപ്ലൈനോട് ഡിസ്കസ് ചെയ്യാം, നമുക്ക് പറയാം. അതും അപ്ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അപ്ലൈൻ ആകണമെന്നില്ല. ചിലപ്പം നമ്മളെ കൊണ്ടുവന്ന ആൾ ഈ ഒരു ബിസിനസ്സിൽ ഉണ്ടാകണമെന്നൊന്നുമില്ല. ചിലപ്പോൾ എന്തേലും കാരണം അവർ ഈ ബിസിനസ് കളഞ്ഞിട്ട് പോയി കാണും. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ആക്റ്റീവ് അപ്ലൈൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആക്റ്റീവ് അപ്ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ്സായിട്ട് എപ്പോഴും ആക്റ്റീവ് ഉള്ള, ലൈക്ക് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നതും CP ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നതും പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആ ഒരു ആക്റ്റീവ് അപ്ലൈനെ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, പിന്നെ ക്രോസ് ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ടീമിലുള്ള നമ്മുടെ അപ്ലൈൻ്റെ വേറെ ഒരു ടീമിലുള്ള ആൾക്കാരായിട്ട്. ഇപ്പം എക്സാമ്പിൾ, നമ്മളിപ്പം ഒരു DLCP മീറ്റിങ്ങിൽ പോയി. ഓക്കെ, അപ്പോൾ CPയുടെ മീറ്റിങ്ങിൽ ഇതുപോലെ DLCP നമുക്ക് പല പല മീറ്റിങ്ങുകൾ നടക്കാറുണ്ടല്ലോ, ഫിസിക്കൽ മീറ്റിൽ. അപ്പം നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ പല പല ടീമിലെ ആൾക്കാർ അവിടെ പങ്കെടുക്കാറുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും നമ്മുടെ ഈ ബിസിനസ്സിനെ കുറിച്ച് ഒരിക്കലും വേറെ ആൾക്കാരോട് ഷെയർ ചെയ്യാൻ പാടില്ല. നമ്മുടെ അപ്ലൈൻ എന്തോ പറയുന്നു അത് നമ്മൾ എപ്പോഴും വേണം ഫോളോ ചെയ്യാൻ. നമ്മൾ അപ്ലൈനോട് ചോദിക്കാതെ നമ്മുടെ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ട് കാര്യം ഒരിക്കലും നമ്മൾ വേറെ ടീമിലേക്ക് ഷെയർ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തോ ഡൗട്ട്സോ നിങ്ങൾക്ക് എന്തോ ചോദിക്കണമെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലൈനായിട്ട് ചോദിക്കാം. പക്ഷെ ഒരിക്കലും നമ്മുടെ ഡൗൺ ലൈൻ അല്ലെങ്കിൽ നമ്മുടെ ക്രോസ് ലൈൻ വേറെ ടീം ആൾക്കാരോട് ഷെയർ ചെയ്യാൻ പാടില്ല. അഥവാ അപ്ലൈൻ പറയുവാണെങ്കിൽ ഓക്കെ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവിടെ പറയാം. പക്ഷെ ഒരിക്കലും നമ്മൾ വേറെ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യവും വേറെ ഡൗൺ ലൈൻമാരോട് അല്ലെങ്കിൽ ക്രോസ് ലൈൻമാരോട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് നമ്മുടെ ബിസിനസ്സിൽ ബാധിക്കുന്നുണ്ടായിരിക്കും. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെയും നമ്മളിപ്പം ക്രോസ് ലൈനിനോട് പറയുക, എൻ്റെ ബിസിനസ് എങ്ങനെ പോകുന്നു നിങ്ങളുടെ ബിസിനസ്? അപ്പോൾ അവർ പറയും, എൻ്റെ ബിസിനസ് ശരിയായി പോകുന്നില്ല, ഡൗൺ ആണെന്നൊക്കെ. അപ്പം നമ്മളും പറയും നമ്മുടെയും ഡൗൺ. അപ്പം നമുക്കൊരു ഇത് കാണും, അവരുടെയും ബിസിനസ് അങ്ങനെ പോകുന്നു, നമ്മുടെയും ബിസിനസ് അങ്ങനെ പോകുന്നു പറഞ്ഞ് അവിടെ ഒരു നെഗറ്റീവ് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരിക്കലും അങ്ങനെ ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഡൗൺ ലൈൻമാരോട് ഒരിക്കലും നെഗറ്റീവ് പറയാൻ പാടില്ല. എന്തുകൊണ്ടേലും നമ്മുടെ അപ്ലൈനോട് നമുക്ക് സജഷൻസ് ചോദിക്കാം.
എന്തോ നമ്മുടെ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും അവരെ ക്ലിയർ ചെയ്യുന്നുണ്ടായിരിക്കും. അവർക്ക് ചിലപ്പോൾ ഒരാഴ്ചത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ 2 ദിവസത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും. അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ തന്നെ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ അപ്ലൈനിന്. അപ്പോൾ അഥവാ അവർക്ക് അറിയത്തില്ലെങ്കിൽ അവർ അതിൻ്റെ മുകളിലുള്ള അവരുടെ അപ്ലൈനോരെ കൺഫേം ചെയ്തിട്ട് അവർ പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനിയും ഞാൻ 5ാമത്തെ പോയിന്റിലേക്ക് പോവാം. Do not do anything first time without checking with your upline. നമ്മൾ ഈ ഒരു ബിസിനസ് ഏതൊരു കാര്യം ആദ്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അപ്ലൈൻ പറഞ്ഞാൽ നമ്മളെ ഈ ഒരു ബിസിനസ്സിൽ കൊണ്ടുവന്ന ആളായിട്ട് കൺഫേം ചെയ്യാതെ ചെയ്യരുത്. ഓക്കെ, 2 കാര്യം നമുക്ക് ചോദിക്കാതെ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതെന്താ പറഞ്ഞാൽ ഹോം മീറ്റിംഗ്. നമ്മുടെ വീട്ടിൽ നമുക്ക് ഏതെങ്കിലും നമുക്ക് മീറ്റിംഗ് വെക്കണമെങ്കിൽ, നമുക്ക് കുറച്ച് ആൾക്കാരെ കൂടി നമുക്ക് പ്ലാൻ കൊടുക്കണമെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. പിന്നെ ഫേസ് ടു ഫേസ് മീറ്റിംഗ് ആണെങ്കിൽ, നമുക്കിപ്പോൾ ഒരാൾക്ക് പ്ലാൻ കൊടുക്കണമെങ്കിൽ നമ്മളിപ്പം നമുക്ക് പ്ലാൻ കൊടുക്കാൻ അറിയാമെങ്കിൽ നമുക്കത് കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ നമുക്ക് 2 കാര്യം ചെയ്യാം. ഇതുകൂടാതെ വേറെ ഏത് കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മുടെ അപ്ലൈൻ്റെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ ഒരിക്കലും ഫസ്റ്റ് ടൈം ചെയ്യല്ല. ചിലപ്പോൾ നമ്മുടെ അപ്ലൈന് എക്സ്പീരിയൻസ് കാണും, എന്തേലും അങ്ങനെ നേരത്തെ എന്തേലും ചോദിക്കാതെ ചെയ്ത് അവിടെ ഒരു നെഗറ്റീവായിട്ട് മീൻസ് അവിടെ ചെയ്യാത്ത ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയ രീതിയിൽ മാറിയിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ നമ്മുടെ അപ്ലൈനോരെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നെഗറ്റീവ് രീതി പോവാതിരിക്കാൻ വേണ്ടി നമുക്കത് മാറുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് 2 രീതി തന്നെ നമുക്ക് നമ്മുടെ അപ്ലൈനെ യൂസ് ചെയ്യാം. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ യൂസേജ്, ഒന്ന് പറഞ്ഞാൽ മിസ്യൂസ്. ഓക്കെ, അപ്പം മിസ്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയാം. അതിന് മുമ്പേ പറയാം, നമ്മുടെ അപ്ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, നമ്മുടെ ലൈഫ് ലൈനാണ്. നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾക്ക് നല്ല ഒരു വഴി കാണിച്ച് നമ്മളെ സക്സസ് ആക്കി എടുക്കുക. നമുക്ക് എന്തോ ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഏതൊരു വഴി നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് പോകണമെങ്കിലും നമ്മുടെ അപ്ലൈനോരെ നമ്മൾ എപ്പോഴും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ വഴികളും നമ്മൾ പോവാൻ. കാരണം അവർ കാണിച്ചു തരുന്ന വഴി കൂടെ നമ്മൾ പോയാലേ നമ്മൾ സക്സസ് ആകത്തുള്ളൂ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതി നമുക്ക് യൂസ് ആക്കാം. ഒന്ന് പ്രോപ്പർ യൂസേജ്. ഓക്കെ, പ്രോപ്പർ യൂസേജ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഫസ്റ്റ് ഇവിടെ നമ്മൾ ഈ ഒരു ബിസിനസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഫസ്റ്റ് നമ്മൾ പഠിക്കുക, ലേൺ ചെയ്യുക, പിന്നെ ടീച്ച് ചെയ്യുക, പിന്നെ സോറി ലേൺ ടീച്ച് പിന്നെ ലേൺ ഡു ടീച്ച്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിക്കുക, പിന്നെ ചെയ്യുക, പിന്നെ പഠിപ്പിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബിസിനസ് വരുമ്പോൾ നമ്മൾ അപ്ലൈനോരെ എന്താ ചെയ്യുന്നത്, എന്നോരെ എല്ലാ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യുക, പിന്നെ നമ്മുടെ കൂട്ടത്തിൽ വരുന്ന ആൾക്കാരെ നമ്മൾ സെയിം അത് പഠിപ്പിക്കുക. ഓക്കെ, സോ ഇതാ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ യൂസേജ്. അപ്പം മിസ്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ അപ്ലൈനെ കോൾ സെൻറ്റർ എക്സിക്യൂട്ടീവായിട്ട് കാണല്ലേ. കോൾ സെൻറ്റർ എക്സിക്യൂട്ടീവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ലിസ്റ്റ് ഉണ്ടാക്കി ആൾക്കാരുടെ. ഓക്കെ, എൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പറയാം നമ്മുടെ അപ്ലൈനെ വിളിച്ച്, സപ്പോസ് ഷാജി സാറാ എൻ്റെ അപ്ലൈ, അപ്പോൾ സാറിനെ ഞാൻ വിളിച്ച് പറയാം, സാറേ ഞാൻ ഇത്രയും ഈ ഒരു 10-20 കോൺടാക്റ്റ് ഞാൻ സാറിന് തരുക, സാറൊന്ന് വിളിച്ചൊന്ന് സംസാരിച്ചിട്ട് സാർ എൻ്റെ ടീമിലേക്കൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കണം. അതങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ ബിസിനസ് പറഞ്ഞാൽ സ്വന്തം ബിസിനസ്സാണ്. നമ്മൾ താനെയാ നമ്മൾ വിളിച്ച് ഓരോരുത്തരെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ സൂം മീറ്റിങ്ങിലേക്ക് കണക്ട് ചെയ്യാൻ. ഓക്കെ, നമ്മുടെ അപ്ലൈ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പം അവർ പുതിയ വല്ലതും ഡൗൺലൈൻമാരാണെങ്കിൽ അവർ ചിലപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരോട് പറയുക, നിങ്ങളൊന്ന് സൂം മീറ്റിങ്ങിലേക്ക് കയറി ഈ മീറ്റിംഗ് ഒന്ന് അറ്റൻഡ് ചെയ്യേ, അവിടെ നമ്മുടെ ലീഡേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർ പറയുന്നു, എനിക്ക് സൂം മീറ്റിങ്ങിലേക്ക് കയറാൻ സാധിക്കത്തില്ല, എനിക്ക് സമയമില്ലെന്ന്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഒരു റെക്കോർഡ് അയച്ചു കൊടുക്കുക.
നമ്മൾ പറയുക ഓക്കെ ഞാനിത് റെക്കോർഡ് അയച്ചു തരുക, ഈ റെക്കോർഡ് ഒന്ന് കേൾക്കൂ, പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യേ, ഞാൻ എൻ്റെ അപ്ലൈൻ വേറെ നമ്മുടെ ലീഡറിൻ്റെ നമ്പർ തരാം, ഷാജി സാറിൻ്റെ നമ്പർ തരാം, അപ്പം നിങ്ങൾക്ക് സംസാരിക്കാവുന്ന. അങ്ങനെ നമ്മൾ പ്രോപ്പർ വേയിൽ നമ്മൾ പോവുക. അതിന് മുമ്പേ നമ്മൾ വേറെ ഒരാൾക്ക് നമ്മുടെ അപ്ലൈൻ്റെ നമ്പർ കൊടുക്കുന്നതിന് മുമ്പേ അവരെ ഇൻഫോം ചെയ്യുക. ഇന്നേ ഒരു ആൾക്ക് ഞാൻ സാറേ നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അവർ വിളിക്കും, അപ്പോൾ അവർക്ക് വേണ്ടിയ സപ്പോർട്ട് സാറൊന്ന് കൊടുക്കണമെന്ന്. ആ രീതി നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതാ കോൾ സെൻറ്റർ എക്സിക്യൂട്ടീവ്. ഒരിക്കലും നമ്മൾ കോൾ സെൻറ്റർ എക്സിക്യൂട്ടീവായിട്ട് നമ്മുടെ അപ്ലൈനെ കാണരുത്. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ പഠിക്കണം. നമ്മൾ ചെയ്താലേ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ വന്ന ആൾക്കാരെ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ എല്ലാം നമ്മൾ അപ്ലൈന് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ നമ്മൾ ഒരിക്കലും ഈ ബിസിനസ്സിലെ കാര്യങ്ങൾ പഠിക്കത്തില്ല. നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുക, പഠിക്കുക, ചെയ്യുക, പിന്നെ പഠിപ്പിക്കുക. ഓക്കെ, സെക്കൻഡ് പറഞ്ഞാൽ കൊറിയർ ഡെലിവറി ബോയ് അപ്ലൈൻ. അപ്പോൾ കൊറിയർ ഡെലിവറി ബോയ് അപ്ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളിപ്പം നമുക്കിപ്പം കുറച്ച് പ്രൊഡക്ട്സ് വേണമെന്ന് വിചാരിക്കണം, എനിക്ക് ഓർഡർ ചെയ്യണം. അപ്പം ഒരിക്കലും അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ അപ്ലൈനോർ ഷാജി സാറിനോർ വരാം, സാറേ ഞാൻ ഈ കുറച്ച് പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റ് തരുക, സാർ ഇതൊന്ന് എൻ്റെ വീട്ടിൽ എത്തിക്കണം എന്ന്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് വേണ്ടിയ പ്രൊഡക്റ്റ് നമുക്ക് ഓൺലൈൻ വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അറിയാൻ വയ്യെങ്കിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ ചെയ്യാൻ പഠിക്കണം. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് DLCP ഉണ്ടെങ്കിൽ നമുക്ക് DLCP പോയി വാങ്ങണം. അങ്ങനെ ഒരിക്കലും നമ്മൾ ആ രീതി കൊറിയർ ഡെലിവറി ബോയ് ആയിട്ട് നമ്മുടെ അപ്ലൈനെ ഒരിക്കലും കാണരുത്. ഓക്കെ, മൂന്നാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക് ഡിസൈനർ. ഗ്രാഫിക് ഡിസൈനർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളിപ്പം നമ്മുടെ ടീമിൽ ഡൗൺലൈൻമാർ ആരെങ്കിലും നമ്മുടെ ടീമിൽ ഏതെങ്കിലും ഡൗൺലൈൻമാർ 8% 12% ഒക്കെ ആയെന്ന് വിചാരിക്കുക. അപ്പം നമുക്കൊരു പോസ്റ്റർ ഇടണം, ഉണ്ടാക്കണം. അപ്പം ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല അപ്ലൈനോർ, സാറേ അല്ലെങ്കിൽ മാഡം എൻ്റെ ടീമിൽ ഇതുപോലെ 8% ഒരാളായി, അപ്പം ഈ പോസ്റ്റർ ഒന്ന് ഉണ്ടാക്കി ഒന്ന് ഇടണമെന്ന് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അപ്പം നിങ്ങൾക്ക് അറിയാൻ വയ്യാങ്കിൽ നിങ്ങൾക്ക് ചോദിച്ച് അത് പഠിക്കണം. ഇങ്ങനെ പറയാം നിങ്ങൾക്ക്, ഞാൻ എൻ്റെ ഒരു ടീമിൽ 8% അപ്പോൾ അതെങ്ങനെ പോസ്റ്റർ ഉണ്ടാക്കുന്നത് സാറേ ഒന്ന് പറഞ്ഞാൽ ഞാനത് ട്രൈ ചെയ്യാം, ഉണ്ടാക്കാം. അതെങ്ങനെ, അഥവാ എനിക്ക് പറ്റിയില്ലെങ്കിൽ സാറ് പറഞ്ഞു തരണമെന്ന്. അപ്പോൾ സാറ് അതൊന്ന് പറഞ്ഞു തരൂ ഇങ്ങനെ ഉണ്ടാക്കേണ്ട രീതി. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളോട് പറ്റിയില്ലെങ്കിൽ നമ്മൾ നമ്മുടെ അപ്ലൈൻ്റെ സപ്പോർട്ട് എടുക്കുക. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഒക്കെ നമുക്ക് ചോദിക്കാം. എപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് അത് ശരിയല്ലല്ലോ. കാരണം നമ്മൾ തന്നെയല്ല അദ്ദേഹത്തിൻ്റെ ടീമിലുള്ളത്, വേറെ പല ആൾക്കാരുണ്ട്. പല അപ്ലൈന്മാരെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ എത്ര പഠിക്കുന്നു, നമ്മൾ അത്ര നമ്മുടെ നോളജ് നമുക്ക് കിട്ടും. നമ്മൾ പഠിച്ച കാര്യം നമ്മുടെ കൂട്ടത്തിൽ വന്ന ആൾക്കാരെ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇതാ, ഡു നോട്ട് ഡു എനിത്തിങ് ഫസ്റ്റ് ടൈം വിതൗട്ട് ചെക്കിങ് യുവർ അപ്ലൈൻ. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, ഡു റൈറ്റ് യൂസ് ഓഫ് അപ്ലൈൻ. അപ്പം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഡു റൈറ്റ് യൂസ് ഓഫ് അപ്ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ രീതിയിൽ നമ്മൾ അപ്ലൈനെ യൂസ് ചെയ്യണം. നമ്മൾ ഒരിക്കലും നെഗറ്റീവ് രീതി ഒരിക്കലും അപ്ലൈനെ നെഗറ്റീവ് രീതിയിൽ കാണാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ അപ്ലൈനോട് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി ചെയ്യണം. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു ബിസിനസ്സിൽ ഇൻകം പ്ലാൻ നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പം നമ്മുടെ ഏതെങ്കിലും ഡൗൺലൈൻ നമ്മളോട് ചോദിച്ചു,
ഇൻകം പ്ലാനിനെ കുറിച്ച് ചോദിച്ചു. എന്തേലും ഇപ്പോൾ ഒരു പുതിയ ആൾ ജോയിൻ ചെയ്തു 5%, അപ്പോൾ അവർക്ക് 8% ആകണം. അപ്പം നിങ്ങൾ പുതിയ ആളാണ്, അപ്പം നിങ്ങളുടെ ഡൗൺ ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതുപോലെ ചോദിക്കണം. അപ്പം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യണം? ഓക്കെ, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും പറയല്ലേ എനിക്കറിയില്ലെന്ന്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടിയേ? അപ്ലൈനെ, നിങ്ങളുടെ ആക്റ്റീവ് അപ്ലൈനായിട്ട് കോൺടാക്ട് ചെയ്യുക, അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ ഡൗൺ ലൈൻമാർ. ഓക്കെ, അപ്പം ഇതാ 6ാമത്തെ പോയിന്റ്സ്. ഡു റൈറ്റ് യൂസ് ഓഫ് അപ്ലൈൻ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഡു റൈറ്റ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ. അപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് നോക്കാം. നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തൊക്കെ ഇടാം? നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഇടാം. നമുക്കിപ്പോൾ എന്തേലും അവാർഡ് കിട്ടിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാം. പിന്നെ പോസ്റ്റ് ഇടാം. നമുക്ക് ആൾക്കാരെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹമുണ്ടോ, പാർട്ട് ടൈം അല്ലേ ഫുൾ ടൈം ആയിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത അങ്ങനത്തെ ഒരു റൈറ്റപ്പ് ഇടാം. ഓക്കെ, പിന്നെ ഒരിക്കലും നമുക്ക് നെഗറ്റീവായിട്ട് ഒരു കാര്യവും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇടാൻ പാടില്ല. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരാളെ നമുക്ക് കുറേ പുതിയ പ്രോസ്പെക്റ്റിനെ വേണം. അപ്പം നമ്മൾ ഒരു റൈറ്റപ്പ് ഇടുക. നമ്മുടെ ജോലി ഒരിക്കലും അവിടെ സോഷ്യൽ മീഡിയയിൽ ഇടാൻ പാടില്ല. നമ്മളിങ്ങനെ ഇടാം, നമുക്കൊരു ഷോർട്ടായിട്ട് ഒരു എക്സ്ട്രാ വരുമാനം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ പാർട്ട് ടൈം ആയിട്ട് ഫുൾ ടൈം ആയിട്ട്. അപ്പോൾ ലിങ്ക് ഇട്ടിട്ട് നമുക്ക് പറയാം ഈ ലിങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അവർ ആ ലിങ്കിൽ കയറി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആകുന്നുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് അവരെ സൂം മീറ്റിങ്ങിലേക്ക് കയറ്റുക. അപ്പോൾ അവരെ സൂം മീറ്റിങ്ങിൽ കയറുമ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് നമുക്ക് ഇടണമെങ്കിൽ, വാട്സപ്പ് സ്റ്റാറ്റസിൽ നമുക്ക് ഇപ്പം CPയുടെ ട്രെയിനിങ്, ഇപ്പം നാളെ ആരെങ്കിലും ലീഡർമാരെ ട്രെയിനിങ് എടുക്കുവാണെങ്കിൽ അപ്പോൾ അവരുടെ ആ സ്റ്റാറ്റസ് നമുക്കിടാം. DLCPയിൽ ഏതെങ്കിലും മീറ്റിങ്ങുകൾ അല്ലെ അവാർഡ് ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിടാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാറ്റസ് ഇടാം. പിന്നെ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഇടുവാണെങ്കിൽ, നമ്മൾ ഇപ്പം ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഇടുവാണെങ്കിൽ നമ്മളെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, ഇപ്പം നമ്മളിപ്പം നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് കിട്ടിയ റിസൾട്ട് നമ്മൾ ആ ഒരു വീഡിയോ ഉണ്ടാക്കി നമുക്ക് അത് സ്റ്റാറ്റസ് ഇടാം. അതുപോലെ തന്നെ പ്രൊഫൈൽ ഫോട്ടോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല പ്രൊഫഷണൽ രീതിയിലുള്ള സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ഒരു പ്രൊഫൈൽ ഫോട്ടോ നമുക്ക് വെക്കാം. അല്ലാതെ നമ്മൾക്ക് ആർക്കും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ആ ഒരു പ്രൊഫൈൽ പിക്ചർ ഒരിക്കലും വെക്കാൻ പാടില്ല. അതൊരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ട് ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ആ ഒരു കാര്യമല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയുടെ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം വെക്കാൻ. ഓക്കെ, അപ്പോൾ എപ്പോഴും സോഷ്യൽ മീഡിയയെ നല്ല രീതി ഉപയോഗിക്കാൻ എല്ലാവരും ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇതാ 7ാമത്തെ പോയിന്റ്. ഓക്കെ, ഡു ഓൺലി വാട്ട് ഈസ് ഡ്യൂപ്ലിക്കേബിൾ. അപ്പം നമ്മുടെ ഈ ഒരു ബിസിനസ് എല്ലാവർക്കും അറിയാം ഡ്യൂപ്ലിക്കേബിളാ. നമ്മുടെ അപ്ലൈൻ എന്താ ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ് നമ്മുടെ കൂട്ടത്തിൽ വന്ന ആൾക്കാരെ നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ പറഞ്ഞത്? നമ്മളിപ്പം ഒരു പ്ലാൻ എടുക്കാൻ പോവാ, ഒരു വീട്ടിൽ പോവാ. അപ്പം നമ്മുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഡൗൺലൈൻമാരുടെ ചിലപ്പം ഡൗൺലൈൻ നമ്മുടെ കൂട്ടത്തിൽ വരുന്ന അവരുടെ ചിലപ്പം ലാപ്ടോപ്പ് ഉണ്ടാകണമെന്നില്ല. അപ്പം നമ്മൾ ഒരിക്കലും ആ ലാപ്ടോപ്പായിട്ട് പോയി പ്ലാൻ കൊടുക്കല്ലേ. നമുക്ക് ഫ്ലിപ്കാർട്ട് എടുക്കാം. ഒരു ഫ്ലിപ്കാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഫ്ലിപ്കാർട്ട് നമുക്ക് നമ്മുടെ ഡൗൺലൈൻമാർക്കും കൊടുക്കാം, അവർക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ഫ്ലിപ്കാർട്ട് എടുത്തുകൊണ്ട് വേണം ഇതുപോലെ പ്ലാൻ എടുക്കാൻ പോകാൻ. ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പോസിബിളാണ്. ലാപ്ടോപ്പ് എല്ലാവർക്കും വാങ്ങാനുള്ള ആ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫിനാൻഷ്യൽ കാണണമെന്നൊന്നും ഇല്ല. അപ്പം
നമ്മളെപ്പോഴും അങ്ങനെ ഫ്ലിപ്കാർട്ടായിട്ട് പോവാ. അപ്പം നമുക്ക് ആ ഒരു സെയിം കാര്യം നമുക്ക് നമ്മുടെ ഡൗൺ ലൈനിലേക്ക് കൈമാറാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ പിന്നെ അതുകൂടാതെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മൾ എന്തോ കാര്യം ചെയ്യുന്നു, നമ്മൾ ആ സെയിം കാര്യം നമ്മൾ നമ്മുടെ ഡൗൺലൈൻമാരെ പഠിപ്പിക്കുക. നമ്മുടെ അപ്ലൈനോരെ നമ്മൾ പഠിക്കുക. നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ ഡൗൺലൈൻമാരെ പഠിപ്പിക്കുക. ഇതാ ഡ്യൂപ്ലിക്കേബിൾ ബിസിനസ്. ഡ്യൂപ്ലിക്കേബിൾ ചെയ്താലേ നമ്മുടെ ബിസിനസ് ഗ്രോ ആകത്തുള്ളൂ. നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പാസീവ് ഇൻകം, നമ്മൾ നല്ലൊരു ലക്ഷറി ലൈഫ് ജീവിക്കാനൊക്കെയാ നമ്മൾ ഇവിടെ ഈ ഒരു ബിസിനസ്സിൽ വരുന്നത്. അപ്പം നമ്മൾ ഇവിടെ എന്തോ ഡ്യൂപ്ലിക്കേബിൾ ചെയ്യുന്നു, അതനുസരിച്ച് നമ്മുടെ ബിസിനസ് ഗ്രോ ആകത്തുള്ളൂ. നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ഡൗൺലൈൻമാരെ നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, സോ ഇതാ ഡു ഓൺലി വാട്ട് ഈസ് ഡ്യൂപ്ലിക്കേബിൾ. സോ അപ്പോൾ ഇതാ ഡ്യൂപ്ലിക്കേബിൾ 9ാമത്തെ പോയിന്റ്സ്. ഓക്കെ, സോറി 8ാമത്തെ 9ാമത്തെ പോയിന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഡു നോട്ട് ഡിസ്കസ് ഓർ പ്രൊമോട്ട് എനി അതർ ബിസിനസ് വിതിൻ യുവർ വെസ്റ്റീജ് ബിസിനസ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്തുവാ, നമ്മളിപ്പോൾ ഒരു ബിസിനസ് വേറെ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും ആ ബിസിനസ് നമ്മുടെ ഈ ഒരു വെസ്റ്റീജിനകത്ത് ഷെയർ ചെയ്യാൻ പാടില്ല. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു മേഖലയിൽ ഇൻഷുറൻസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുക എന്ന് വിചാരിക്കണം. അപ്പം നമ്മുടെ ആ ഒരു മേഖലയിലെ ഇൻഷുറൻസ് പോളിസിയെക്കുറിച്ചോ ഒന്നും നമ്മുടെ വെസ്റ്റീജിലുള്ള ലീഡേഴ്സ്മാരോട് ഷെയർ ചെയ്യാൻ പാടില്ല. ഇവിടെ ഒരിക്കലും ലൈക്ക് നമ്മളിപ്പോൾ ഇൻഷുറൻസ് നമുക്ക് 1-2 വേണമെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ മെമ്പേഴ്സ്, നമ്മുടെ വെസ്റ്റീജിലുള്ള ലീഡർമാരോട്, നമ്മുടെ ഡൗൺ ലൈൻ ആയാലും അപ്പ് ലൈൻ ആയാലും ക്രോസ് ലൈൻ ആരായാലും അവരോട് ഒരിക്കലും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പാടില്ല. വെസ്റ്റീജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം മാത്രം വെസ്റ്റീജ് ബിസിനസ്സിൽ പ്രൊമോട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ ഡാമേജ് സംഭവിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ഇതാ 9 കാര്യങ്ങൾ കാർഡിനൽ റൂൾസിൻ്റെ. അപ്പം ഞാൻ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ്, ഡു നോട്ട് ഹേർട്ട് എനിബഡീസ് ഈഗോ. അപ്പം ഈ ഫസ്റ്റ് കാര്യം, നമ്മൾ ഒരിക്കലും ഒരാളെ വിഷമിപ്പിക്കാൻ പാടില്ല ഈ ഒരു ബിസിനസ്സിൽ. കാരണം അത് വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ മനസ്സിന് നമ്മൾ വിഷമം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ബിസിനസ് കളഞ്ഞിട്ട് പോകാൻ സാധിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ടീമിൽ ഒത്തിരി ആൾക്കാർ അങ്ങനെ പോയിട്ടുണ്ട്. ഞാൻ ആരെയും ഉദ്ദേശിച്ചല്ല പറഞ്ഞ്, കാരണം ഈ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും എന്നെ ഉദ്ദേശിച്ചായിരിക്കും പറയുന്നത്. അത് കാരണം ഇത് കോമൺ ആയിട്ട് പറയുക. ഓക്കെ, പിന്നെ രണ്ടാമത്തെ, ഡു നോട്ട് കീപ്പ് എനി റിലേഷൻഷിപ്പ് വിത്ത് അതർ സ്പൗസ്. നമ്മൾ ആരുമായിട്ട് നമ്മൾ വേറെ ആൾക്കാരുടെ ജീവിത പങ്കാളിയായിട്ട് ഒരിക്കലും ക്ലോസ് റിലേഷൻഷിപ്പ് മീൻസ് നെഗറ്റീവായിട്ടൊക്കെ അല്ലാത്ത ചീത്ത രീതിയിലുള്ള റിലേഷൻഷിപ്പ്, ബന്ധം വെക്കാൻ ഒരിക്കലും പാടില്ല. ഓക്കെ, മൂന്നാമത്തെ, ഡു നോട്ട് ഡു എനി ഫിനാൻഷ്യൽ ഡീലിങ്സ് വിത്ത് എനിബഡി ഇൻ ദ നെറ്റ്വർക്ക്. നമ്മൾ ഒരിക്കലും ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഇടപാട്, കൊടുക്കലോ വാങ്ങലോ ഒരിക്കലും നമ്മുടെ ബിസിനസ്സിൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, നാലാമത്തെ, ഡു നോട്ട് ഡിസ്കസ് യുവർ ബിസിനസ് ആൻഡ് പാസ് എനി നെഗറ്റീവ് ടു യുവർ ഡൗൺ ലൈൻ ആൻഡ് ക്രോസ് ലൈൻ. ഒരിക്കലും നമുക്ക് ഏത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്തോ നെഗറ്റീവ് ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ അപ്പ് ലൈനായിട്ട് ചോദിക്കാം. ഓക്കെ, ഒരിക്കലും നമുക്ക് നമ്മുടെ ഡൗൺ ലൈൻമാരോട് ഡൗട്ടോ സംശയം ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ക്രോസ് ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്പ് ലൈനിൻ്റെ വേറെ ഒരു ടീമായിട്ട് ഒരിക്കലും നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പാടില്ല, അല്ലാത്ത കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പാടില്ല. ഓക്കെ, അഞ്ചാമത്തെ, ഡു നോട്ട് ഡു എനിത്തിങ് ഫസ്റ്റ് ടൈം വിതൗട്ട് ചെക്കിങ് വിത്ത് യുവർ അപ്പ് ലൈൻ. നമ്മൾ ഈ ഒരു ബിസിനസ് ആദ്യമായിട്ട് ഏത് കാര്യം ചെയ്താലും നമ്മൾ നമ്മുടെ അപ്പ് ലൈനോട് ചോദിക്കാതെ ചെയ്യാൻ പാടില്ല. 2 കാര്യം മാത്രം ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ഹോം മീറ്റിംഗ് വെക്കണമെങ്കിൽ നമുക്ക് അത് വെക്കാം. രണ്ടാമത്, നമുക്ക് പേസ് മീറ്റിംഗ്, ലൈക്ക് ഫേസ് ടു ഫേസ്. നമുക്ക് ഒരാൾക്ക് പ്ലാൻ കൊടുക്കണമെങ്കിൽ, നമുക്ക് പ്ലാൻ കൊടുക്കാൻ അറിയാമെങ്കിൽ നമുക്ക് അത് പ്ലാൻ കൊടുക്കാം. ഈ 2 കാര്യം നമുക്ക് നമ്മുടെ അപ്ലൈനോട് ചോദിക്കാതെ ചെയ്യാം.
പിന്നെ നമ്മൾക്ക് പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്ലൈനോട് ഞാൻ ഇതുപോലെ ഹോം മീറ്റിംഗ് വെച്ചായിരുന്നു, ഇത്ര ആൾക്കാരുണ്ടായിരുന്നു, അവരെ ഇൻഫോം ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ്, ഡു റൈറ്റ് യൂസ് ഓഫ് അപ്ലൈ. ഇവിടെ ഞാൻ കുറച്ച് ഒരു മാറിപ്പോയായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ നല്ല പ്രോപ്പർ രീതിയിൽ നമ്മൾ അപ്ലൈനെ യൂസ് ചെയ്യണം. മിസ്യൂസ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളവരെ പറഞ്ഞു കഴിഞ്ഞാൽ സെർവൻ്റായിട്ടോ വേലക്കാരായിട്ടോ ആ രീതിയിലൊന്നും കാണല്ല. എപ്പോഴും നമ്മുടെ ലൈഫ് ലൈനായിട്ട് കാണണം. ലൈഫ് ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ നല്ല വഴി കാണിച്ചോ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ ശരിക്കുള്ള നമ്മളെ ഗ്രോത്ത്, നമ്മുടെ ബിസിനസ് ഗ്രോത്ത് ആകാൻ നമ്മുടെ അപ്ലൈൻ കാണിക്കുന്ന വഴിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ സക്സസ് ആകുന്നുണ്ടായിരിക്കും. അല്ലാതെ നമ്മൾ വേറെ ആൾക്കാർ പറയുന്ന നിങ്ങൾ ഇങ്ങനെ ചെയ്യ്, നിങ്ങൾ അങ്ങനെ ചെയ്യ് പറയുവാണെങ്കിൽ ഒരിക്കലും നമ്മൾ സക്സസ് ആകത്തില്ല. കാരണം നമ്മുടെ അപ്ലൈനെ അറിയാം നമ്മുടെ ബിസിനസ്. അപ്പം നമ്മൾ നല്ല രീതിയിൽ പ്രോപ്പർ രീതിയിൽ നമ്മുടെ അപ്ലൈനെ യൂസ് ചെയ്യുക, എപ്പോഴും റെസ്പെക്റ്റ് കൊടുക്കുക. ഒരിക്കലും നമ്മൾ അവരെ ഭരിക്കുന്ന രീതിയിലോ ഒന്നും ചെയ്യാൻ പാടില്ല. കോൾ സെൻറ്റർ എക്സിക്യൂട്ടീവായിട്ടോ അല്ലെ കൊറിയർ ഡെലിവറി ബോയ് ആയിട്ടോ അല്ലെ ഗ്രാഫിക് ഡിസൈനറായിട്ടോ അങ്ങനൊന്നും കാണാൻ പാടില്ല നമ്മുടെ അപ്ലൈനെ. എപ്പോഴും നല്ല രീതിയിൽ തന്നെ റെസ്പെക്റ്റ് കൊടുക്കുക. നമ്മൾ എങ്ങനെ ദൈവത്തിനോട് കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അപ്ലൈനെ നമ്മൾ കാണുക. കാരണം നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മുടെ അപ്ലൈൻ നമ്മളെ ഇവിടെ കൊണ്ടുവന്നതാണ്. അപ്പം നമ്മൾ അവരെ ദൈവത്തിന്, ഞാൻ ദൈവത്തിനെ കാണുന്ന പോലെ ഞാൻ അപ്ലൈൻ ഷാജി സാറിനെ കാണുന്നത്. കാരണം സാർ എന്നോട് എന്തോ നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ ഒരിക്കലും അങ്ങനെ വിഷമമാകാറില്ല. ഞാനത് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാറ്. ഞാൻ ഏത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ അപ്ലൈനർ ചോദിക്കാതെ ചെയ്യാറില്ല. അപ്പം നിങ്ങൾക്ക് എന്തോ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടേലും നിങ്ങൾക്ക് അപ്ലൈനായിട്ട് റൈറ്റ് യൂസ് നല്ല രീതി യൂസ് ചെയ്യാം. ഒരിക്കലും ബാഡായിട്ട് പെരുമാറാൻ പാടില്ല. അതുപോലെ തന്നെ ഡു റൈറ്റ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ. നമ്മൾ സോഷ്യൽ മീഡിയ എപ്പോൾ ഉപയോഗിച്ചാലും അതിനകത്തുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് അതിനകത്ത് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ബിസിനസ്സിൽ ഡാമേജ് ആകുന്നുണ്ടായിരിക്കും. അപ്പം നമ്മൾ അതിൻ്റെ സോഷ്യൽ മീഡിയസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ. നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് ഷെയർ ചെയ്യാൻ പാടില്ല. നമ്മളൊരു ഷോർട്ട് ബ്രീഫായിട്ട് നമുക്ക് അതിനകത്ത് ഒരു റൈറ്റപ്പ് ഇടാം. ലിങ്കിൽ കയറി അവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ആ രീതി വേണം ചെയ്യാൻ. ഒരിക്കലും തെറ്റ് രീതിയിലുള്ള സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഡു ഓൺലി വാട്ട് ഈസ് ഡ്യൂപ്ലിക്കേബിൾ. നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ എന്തോ ചെയ്യുന്നു അത് തന്നെയാണ് നമ്മുടെ കൂട്ടത്തിൽ വന്ന ആൾക്കാരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ എന്തുവാ ഈ ബിസിനസ് വന്ന് നമ്മൾ പഠിക്കുന്നു, നമ്മൾ ചെയ്യുന്നു, തന്നെയാണ് നമ്മൾ ആ കാര്യം തന്നെ നമ്മുടെ കൂട്ടത്തിൽ വന്ന ആൾക്കാരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോഴേ നമ്മുടെ ഈ ഒരു ബിസിനസ് ഗ്രോ ആകത്തുള്ളൂ. ഓക്കെ. 9ാമത്തെ പോയിന്റ്, ഡു നോട്ട് ഡിസ്കസ് ഓർ പ്രൊമോട്ട് എനി അതർ ബിസിനസ് വിതിൻ യുവർ വെസ്റ്റീജ് ബിസിനസ്. അപ്പം നമ്മളിപ്പം നമ്മൾ ഈ ഒരു വെസ്റ്റീജ് ബിസിനസ്സിൽ ജോയിൻ ചെയ്തു. പക്ഷെ നമ്മൾ വേറെ ഒരു ബിസിനസ്, സൈഡ് ബിസിനസ് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഒരിക്കലും നമ്മൾ ആ ഒരു വേറെ ബിസിനസ് നമ്മുടെ ഈ ഒരു വെസ്റ്റീജ് ബിസിനസ്സിലേക്ക് ചെയ്യാൻ ഒരിക്കലും പാടില്ല. ഓക്കെ. നമ്മളിപ്പോൾ ഇൻഷുറൻസ് ഓഫീസറാണ്, നമ്മുടെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യും, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും ഈ ഒരു വെസ്റ്റീജ് ബിസിനസ്സിൽ ചെയ്യാൻ പാടില്ല. വെസ്റ്റീജിനകത്ത് വെസ്റ്റീജിന്റെ ബിസിനസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഔട്ട്സൈഡ് ബിസിനസ്സുകൾ ഒന്നും ഡിസ്കസ് ചെയ്യരുത്. കാരണം അതൊക്കെ ഡാമേജാ. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ ഡാമേജ് ആക്കുന്ന രീതി മാറുന്നുണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ ഈ 9 കാര്യങ്ങളാ നമ്മുടെ ഈ ബിസിനസ്സിലുള്ള 9 നെവേഴ്സ്, ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മൾ ഒരു സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഒരു സ്പൂൺ മണ്ണെണ്ണ നമ്മുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എന്തോ ആയിരിക്കും നമ്മുടെ ബോഡിക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുപോലുള്ളൂ ഈ ഒരു റൂൾസ് ഒക്കെ. അപ്പൊ ഇതെല്ലാം എല്ലാവരും ഫോളോ ചെയ്യുക. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഈ റൂൾസ് എല്ലാവരും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ബിസിനസ്സിൽ ഒരു ഡാമേജും സംഭവിക്കത്തില്ല. ഓക്കെ. അപ്പൊ എല്ലാവർക്കും
താങ്ക് യു ഓൾ. അപ്പോൾ എല്ലാവർക്കും ചെറിയ രീതിയിലെങ്കിലും മനസ്സിലായി കാണുമെന്ന് എൻ്റെ ലാംഗ്വേജ് വിശ്വസിക്കുന്നു. ഓക്കെ, സോ എനിക്ക് ഈ ഒരു സെഷൻ ചെയ്യാൻ അവസരം തന്നെ എൻ്റെ അപ്ലൈൻ ഷാജി സാറിന് ഞാൻ ഒത്തിരി താങ്ക് യു പറയുന്നു. അതുപോലെ തന്നെ ബാക്കി എല്ലാ ലീഡേഴ്സിന് എല്ലാവരും എന്നെ കോപ്പറേറ്റ് ചെയ്ത് ഇത്രയും നേരം ഇരുന്നേന്ന്. എനിക്കറിയില്ല എത്രയൊക്കെ ആൾക്കാർക്ക് മനസ്സിലായെന്ന്, പക്ഷേ ഇത് എൻ്റെ ഫസ്റ്റ് സെഷനാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കൂ. നെക്സ്റ്റ് ടൈം ഞാൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചാണ് വന്നത്, കാരണം എനിക്കറിയത്തില്ല എനിക്ക് എങ്ങനെയൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കാരണം എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയാം, പക്ഷേ എക്സ്പ്ലനേഷനകത്ത് എനിക്ക് അങ്ങനെ വലിയ കട്ടി മലയാളം ഒന്നും അങ്ങനെ സംസാരിക്കാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചൊക്കെയാണ് വന്നത്. അപ്പോൾ എനിക്കറിയില്ല എങ്ങനെയൊക്കെ എത്രയൊക്കെ ആൾക്കാർക്കൊക്കെ മനസ്സിലായെന്ന്. അപ്പം താങ്ക് യു ഓൾ. വിഷ് യു വെൽ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ബാക്ക് ടു ഷാജി സാർ. സാറേ, റിവ്യൂ പറയണ എങ്ങനെയാണ് താങ്ക് എനിക്കറിയില്ല, യു ഫസ്റ്റ് ടൈം. താങ്ക് യു ശ്രീജ. വളരെ മനോഹരമായിട്ട് ഈ ഒരു സെഷൻ ആദ്യമായിട്ടാണ് ഇത്രയും സമയമെടുത്ത ആൾക്കാർ ചെയ്യുന്നത്. ക്ലാസിക്കാണ് കേട്ടോ, നല്ല ഭംഗിയായിട്ട് കാർഡിനൽ റൂൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് പല ആൾക്കാർക്കും ശ്രീജ പറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, ഇത് ഞാൻ ഇതുപോലെ ചെയ്യുന്നുണ്ടല്ലോ തോന്നാറുണ്ട്. ഇതിൽ മിക്കതും പല ആൾക്കാരും റൂൾസ് മാർക്ക് ചെയ്യല്ലോ പല ആൾക്കാരും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഈ ക്രോസ് ലെഗ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതിൽ ശ്രീജയെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയത്, ആരെങ്കിലും അവരുടെ ടീമിൽ അല്ലാത്ത വ്യക്തി ശ്രീജയെ കോൺടാക്ട് ചെയ്ത ശ്രീജ സ്പോട്ടിൽ എന്നോട് പറയും, സാർ ഇത് ആരുടെ ടീമിലാണ്, എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കണേ എന്നോട് പറയും. അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. കാരണം നമ്മൾ പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ ഒരു വിഷയം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പല ആൾക്കാർ നേരിട്ട് പോയി കോൺടാക്ട് ചെയ്യും, ഈ മാഡം ഉപയോഗിച്ച പ്രൊഡക്റ്റിൻ്റെ ആ റിസൾട്ട് ചോദിക്കാറ്. അപ്പോൾ എന്നോട് പറയും ഇങ്ങനെ ആളെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് സാറ് പറഞ്ഞു കൊടുക്കുന്നത് പറയും. അപ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് ഇതാണ്. കാരണം ക്രോസ് ലെഗ് കമ്മ്യൂണിക്കേഷൻ ഈ ബിസിനസ് വലിയ ഡാമേജ് ഉണ്ടാക്കും. നിങ്ങളുടെ ഡൗൺ ലൈൻസ് അല്ലെങ്കിൽ നിങ്ങളെ ആളല്ല നിങ്ങളുടെ ടീമിലെ ആളല്ല ചോദിച്ചതെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അത് നിങ്ങൾ അപ്ലൈനോട് പറയാം. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തോളൂ ഡൗട്ട്. അപ്പോൾ അവരോട് തിരിച്ചും പറയാം, നിങ്ങൾ നേരെ അപ്ലൈനെ കോൺടാക്ട് ചെയ്യാവോ, ഇത് ക്രോസ് ലെഗ് ആയതുകൊണ്ടാണ്, വേറെ ഒന്ന് വിചാരിക്കരുതെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. എല്ലാ കാര്യവും സൂപ്പറായിട്ടോ, നന്നായി ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. ഞാനും ഭയങ്കര സന്തോഷമാണ് അത് കേട്ടതിലും. അതുമാത്രമല്ല ഈ സ്ലൈഡ് ശ്രീജ തന്നെ എടുത്തത് യൂട്യൂബ് പോയി എടുത്ത് സ്ലൈഡ് ഉണ്ടാക്കി പ്രസൻറ്റേഷൻ ചെയ്തട്ടോ, അതൊരു നല്ല കാര്യം. കാരണം അതിലും എന്നെ യൂസ് ചെയ്തിട്ടില്ല, കാരണം അപ്ലൈനെ യൂസ് ചെയ്യുന്നത് പ്രോപ്പറാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. സ്ലൈഡ് അടുത്ത പ്രാവശ്യം ചെയ്തതിൻ്റെ സ്ലൈഡ് വരെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ്. 2026 ജനുവരി മാസം 1-ാം തീയതി തൊട്ട് നമ്മൾ എല്ലാ ലീഡറും സെഷൻ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്. അത് വലിയൊരു റിസൾട്ടാണ് നമ്മുടെ ടീമിൽ. ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ എവിടെയില്ല കേട്ടോ. ഒരുപാട് ലീഡേഴ്സ് പ്രസന്റേഷൻ ചെയ്യുന്ന ലീഡർമാർ ഇത്രയും ഒരു ടീമിൽ ഉണ്ടാകത്തില്ല. നമ്മുടെ ടീമിൽ ഒരു മാസത്തേക്കുള്ള CEP-യിലെ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം ഭംഗിയായിട്ട് നമ്മുടെ ടീമാർ ചെയ്യുന്നുണ്ട്. ശ്രീജ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാർഡിനൽ റൂൾസ് ഈ പറഞ്ഞ കാര്യങ്ങൾ പലതും നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവും, അല്ലെ? പല ആൾക്കാരും പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് മാക്സിമം അത് മാറ്റാൻ ശ്രമിക്കുക. കാരണം ഇത് ഇപ്പം ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് ചെറുതായിരിക്കും, അത് വലിയ ബിസിനസ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഡാമേജ് ആവാതെ. ഞാനൊക്കെ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് അറിയാം. ഒരു ടീമിനെ ഡാമേജ് ഇല്ലാതെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വരാറുണ്ട്. അത് നിങ്ങൾക്ക് വലിയ ബിസിനസ് ആകുമ്പോൾ മനസ്സിലാവും. അത് ഈ കാർഡിനൽ റൂൾ എന്തുകൊണ്ടാണ് SP സാർ ഉണ്ടാക്കിയതെന്നുള്ളതും. അദ്ദേഹത്തിൻ്റെ വലിയൊരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിനെ ശരിക്കും ഇതേ രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമേ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാർഡിനൽ റൂൾ നമ്മൾ എപ്പോഴും സംസാരിക്കട്ടെ. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പം അത് ഈ കാർഡിനൽ റൂളിന് എതിരാണെങ്കിൽ പറയാം, സോറി ഇത് കാർഡിനൽ റൂൾസിന് തെറ്റാണ്, അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ നേരെ അപ്ലൈനെ വിളിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല കേട്ടോ. ഇപ്പോൾ പല ആൾക്കാരും വിനോദ് സാറിനെ വിളിക്കാറുണ്ട്. വിനോദ് സാറിന് നമ്മൾ അങ്ങനെ പെർമിഷൻ കൊടുത്തുകൊണ്ട് അദ്ദേഹം അത് ചെയ്യുന്നതാണ്. ഓക്കെ, എപ്പോഴും അപ്ലൈനോട് ചോദിച്ചിട്ടാണ് ചോദിക്കേണ്ടത്. നിങ്ങൾ ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് ഞാനൊന്ന് അദ്ദേഹത്തെ വിളിച്ചോട്ടെ എന്ന് ചോദിക്കാം, തെറ്റൊന്നുമില്ല. അത് വേണ്ടാന്ന് പറയത്തില്ല, പക്ഷെ അതെപ്പോഴും ചെയ്യണം. എനിക്കും ഈ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പലതും മനോജ് സാറിനോട് ചോദിക്കാതെ ചെയ്യാറുണ്ടായിരുന്നു. കാരണം ചിലപ്പോൾ മനോജ് സാറിനോട് പറയാതെ ഞാൻ നേരിട്ട് പോയി കോൺടാക്ട് ചെയ്തിട്ട് അതെനിക്ക് ഡാമേജും വന്നിട്ടുണ്ട് ബിസിനസ്സിൽ. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, അപ്പോഴോട് ചോദിച്ചിട്ടാണ് എല്ലാ കാര്യം ചെയ്യണം. ഒരിക്കലും നിങ്ങളോട് നോ പറയത്തില്ല, അവരെ സൊല്യൂഷൻ ചെയ്യും. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ, ഇത് എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നതെങ്കിൽ അത് അപ്പോഴോട് ചോദിച്ച് ചെയ്യട്ടോ. അതും പല ആൾക്കാരും ചെയ്തതിന് ശേഷമാണ് പറയാം ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയും. ചെയ്തതിന് ശേഷം അല്ല പറയേണ്ടത്, ചെയ്യുന്നതിന് മുന്നേ പറയാം. ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ അത് ചെയ്തത് അപ്ലൈന് അറിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ പറയാതെ ചിലപ്പോൾ അപ്ലൈന് വിഷമം ഉണ്ടാവും. അതൊന്നും അദ്ദേഹം നോ എന്ന് പറയത്തില്ല. പിന്നെ നിങ്ങൾ രണ്ടാമത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ടായെന്ന് പറഞ്ഞാൽ ഓക്കെ എന്നേ പറയത്തുള്ളൂ. അവിടെ പോകണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അത് പിന്നെ വേണ്ടാന്ന് പറയത്തില്ല. കഴിഞ്ഞ സാധനത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ
ഒരു പ്രാവശ്യം നമ്മൾ ചോദിച്ച് അപ്പോഴുണ്ട് ചോദിച്ച് കേട്ടോ, പലതും പല ആൾക്കാരും ചെയ്യുന്നത് ചോദിക്കാതെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പലതും മനസ്സിലായിട്ടുണ്ടാവും, ഈ കാര്യങ്ങൾ ഞാൻ അങ്ങനെ റോങ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അത് തിരുത്താൻ ശ്രമിക്കുക. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പല ആൾക്കാരും മറ്റുള്ള കൂട്ടുകാരൻ്റെ ബിസിനസ് സ്റ്റാറ്റസ് വെക്കുന്നില്ല, അതും കൂടെ ഒന്ന് നോട്ടീസ് ചെയ്യുക. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഡൗൺലൈൻസിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യട്ടോ. എല്ലാവരും ചെക്ക് ചെയ്യണം, നിങ്ങൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണം. ഞാൻ ചെക്ക് ചെയ്യത്തില്ലായിരുന്നു, ഇപ്പം ഞാൻ ചെക്കിംഗ് ഉണ്ട്. നിങ്ങളുടെ ഡൗൺലൈൻസിൻ്റെ സ്റ്റാറ്റസ് നോക്കുക. വേറെ കമ്പനിയുടെ ഒക്കെ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ അത് പറയുക, അത് മാറ്റാൻ പറയട്ടോ. അവർ മാറ്റുന്നില്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്ന്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അവർ റിമൂവ് ചെയ്തേക്കും. ബിസിനസ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന രീതിയിൽ തന്നെ നമ്മൾ നോക്കണം കേട്ടോ. ഞാനിപ്പോൾ എല്ലാവരും റിമൂവ് ചെയ്യാറുണ്ട്. കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ കൂടെ ഒരുപാട് ജോയിനിങ് ഉണ്ടെങ്കിൽ ആ ജോയിനിങ്ങുള്ള വ്യക്തി നിങ്ങളുടെ സ്റ്റാറ്റസ് കാണുന്ന വേറെ കമ്പനിയാണെങ്കിൽ പിന്നെ അദ്ദേഹം എങ്ങനെ നിങ്ങളുടെ വർക്ക് ചെയ്യും? ഞാൻ നോക്കുന്ന പല ആൾക്കാരുടെ സ്റ്റാറ്റസ് വേറെ കമ്പനിയുടെ, ഇതിലുള്ള നിങ്ങൾ തന്നെ അറിയാൻ പറ്റും. നിങ്ങൾക്ക് വെക്കുന്ന സ്റ്റാറ്റസ് ഏത് കമ്പനിയാണ് നോക്കി നോക്കും. പല ആൾക്കാർ നിങ്ങളുടെ ഡൗൺലൈൻസിനെ ചെക്ക് ചെയ്ത് നോക്കും, വേറെ കമ്പനിയുടെ സ്റ്റാറ്റസ് ആണ് ചോദിച്ചു പറയും, ഞാൻ എൻ്റെ കൂട്ടുകാരൻ ചെയ്യുന്ന ബിസിനസ്സാണ്, സ്വന്തം ബിസിനസ്സിൻ്റെ ഇല്ല അതിനകത്ത്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോഷ്യൽ മീഡിയ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഡൗൺലൈൻസിൽ നിങ്ങൾ നെഗറ്റീവ് മെസ്സേജ് കൊടുക്കുകയാണ്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പം സ്വാഭാവികമായി ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ചെക്ക് ചെയ്ത ആൾക്കാർ റിമൂവ് ചെയ്യാറുണ്ട്. ഓക്കെ, അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ബിസിനസ് ഡാമേജ് ആവും, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇത് വളരെ മനോഹരമായിട്ട് കാർഡിനൽ റൂൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് പല പല സെഷനിൽ ചെയ്യാൻ മുന്നോട്ട് വരണം. 2026 അവസാനമാകുമ്പോഴേക്കും നമ്മുടെ ടീമിൽ മുഴുവൻ ലീഡേഴ്സ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിട്ട് മാറട്ടെ എന്ന് മാത്രം പറഞ്ഞൊരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. വിഷ് യു വെൽ.